മഹാരാഷ്ട്രയിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ച ട്രക്ക് മറിഞ്ഞു. റോഡിൽ പരിശോധന നടത്തുകയായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 12 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ബീഡ് ജില്ലയിലെ ഖാത്തി ഗ്രാമത്തിലാണ് ഈ സംഭവം. ദൃശ്യങ്ങളിലേക്ക് ക്യാമറയിൽ പകർത്തപ്പെട്ട ഒരു അപകടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഓടി മാറാനുള്ള സമയം കിട്ടിയത് ഭാഗ്യം. ജീവനക്കാർക്കും മറ്റും അതുപോലെ ജനപ്രതിനിധികൾക്കും കിട്ടിയത് ഭാഗ്യം. വണ്ടി മറിഞ്ഞേക്കുമെന്നൊരു സൂചന ആ വണ്ടിയുടെ വരവിൽ തന്നെ ഉണ്ടായിരുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപേ, പണി നടക്കുന്ന ഒരു സ്ഥലമാണ്, കുറച്ച് ചെളിയും ഒക്കെ ഉണ്ട്. അത്രയും ഒരു സ്ഥലത്തേക്ക് ഇത്രയും ലോഡ് കയറ്റിയ വാഹനം കൊണ്ടുവന്നത് തന്നെയാണ് ആദ്യ അപകടം. എന്തായാലും ആർക്കും പരിക്കൊന്നുമില്ല അല്ലേ? ഇല്ല, ഈ ഡ്രൈവർക്ക് ചെറിയ പരിക്ക് പറ്റിയത് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും പരിക്കേറ്റില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്രാമത്തിലുള്ള ആളുകൾ കുറച്ചു കാലമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ റോഡ് കുഴപ്പമാണ്, അത് പരിഹരിച്ചു തരണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നേരത്തെ ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു, ആ റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. ഒരു കല്ലുങ്കൊക്കെ നിർമ്മിക്കുന്നുണ്ട്, അപ്പുറത്തൊരു പാലം നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി മറ്റൊരു വഴി ഉണ്ടാക്കി. ആ വഴിയിലൂടെ സഞ്ചാരം വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പോവാൻ, ഞങ്ങളുടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേറൊരു വഴി ശരിയാക്കി തരണമെന്ന് നാട്ടുകാർ പലതവണ എഞ്ചിനീയറോട് ജനപ്രതിനിധിയോടൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അവരതിനൊന്നും തയ്യാറായില്ല. അവസാനം ഈ റോഡ് പണി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി, ഈ മറ്റ് കലുങ്കിൻ്റെ പണിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി എഞ്ചിനീയർ വന്നപ്പോഴാണ് ഈ ലോറി കൂടി കടത്തിവിടാമെന്ന് കരുതിയത്. ലോറി കടത്തിവിട്ട് നോക്കുമ്പോൾ ലോറി മറഞ്ഞ് അവസാനം എഞ്ചിനീയറുടെ ദേഹത്ത് തന്നെ വീഴും എന്ന അവസ്ഥയിലേക്ക് മാറി. അവർ ചാടിയും ഓടിയും ഒക്കെ രക്ഷപ്പെട്ടത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല. എങ്കിലും സാധാരണ ജനങ്ങൾ ഒരു പ്രശ്നം പറയുമ്പോൾ അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൺമുന്നിൽ തന്നെ ഈ അപകടം നടന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതാ ഏകദേശം നിർമ്മാണം നടന്നിരുന്ന കല്ലുകൊക്കെ തവിടുപൊടിയായി തോന്നുന്നു. ആ വണ്ടി നേരെ അതിലേക്കാണ് പറഞ്ഞത്. അതെ അതെ അതെ, ആളുകൾ അതിൻ്റെ അടിയിൽ പെടാത്തത് ഭാഗ്യം. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവുമായിരുന്നു.